Welcome back to my YouTube channel Physics Searcher. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രെസ് എന്താണെന്നും സ്ട്രെസ്സിൻ്റെ യൂണിറ്റ്, ഡയമെൻഷൻ എന്നിവയും ഉൾപ്പെടുത്തിയിരുന്നു. ഇനി പലതരം സ്ട്രെസ്സുകളെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ആദ്യം ടെൻസൈൽ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. ഒരു സിലിണ്ടറിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയിൽ രണ്ട് ഈക്വൽ ഫോഴ്സസ് നോർമലായി അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ്സ് എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അഥവാ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയിലേക്ക് രണ്ട് ഈക്വൽ ഫോഴ്സസ് നോർമലായി അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കംപ്രസീവ് സ്ട്രെസ്. ഒരു സിലിണ്ടറിനെ ഫോഴ്സ് ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കേസിലും സിലിണ്ടറിൻ്റെ ലെങ്തിന് ചേഞ്ച് ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്ന് നോക്കാം. ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്നത് ചേഞ്ച് ഇൻ ലെങ്തിൻ്റെയും ഒറിജിനൽ ലെങ്തിൻ്റെയും റേഷ്യോ ആണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആയ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആയ ക്യാപിറ്റൽ എൽ. സോ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. നെക്സ്റ്റ് എന്താണ് ഷിയറിംഗ് സ്ട്രെസ് എന്ന് നോക്കാം. രണ്ട് ഈക്വൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫോഴ്സസ് ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് പാരലലായി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസസിലുണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം നേരെ ഇരിക്കുന്ന സിലിണ്ടർ, ആ സിലിണ്ടറിൽ ഒരു റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഫേസസിൽ ഉണ്ടായ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണത്. അങ്ങനെ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് നോക്കാം. ഇപ്പോൾ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായില്ലേ? അപ്പോൾ ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ ആദ്യം ഉണ്ടായിരുന്ന സിലിണ്ടറിൻ്റെ ലെങ്തിൻ്റെയും റേഷ്യോ ആണ് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ്. അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ്, ഒറിജിനൽ ലെങ്ത് ക്യാപിറ്റൽ എൽ. അപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൽ. ആ പിക്ചറിലേക്ക് നോക്കിയാൽ അറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ്, ലെങ്ത്, അവിടെ ഒരു ആംഗിൾ തീറ്റ. ആ തീറ്റയിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അത് ടാൻ തീറ്റയല്ലേ? അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. സോ ഷിയറിംഗ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എൽ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.